പൂജ ആ വരുന്ന എടാ എനിക്കൊന്നൊരു 10 മിനിറ്റ് നേരത്തെ പോകണം. ആ എന്തു പറ്റി? ഒന്നുമില്ല, പണിയുണ്ട്, ചെല്ലട്ടെ. ഹലോ, ഞാനാടി. ഞാൻ പറഞ്ഞ വാക്കൻസിയുടെ കാര്യം എന്തായി? എന്തെങ്കിലും നടക്കുവോ? നീ ഒന്ന് വെച്ചിട്ട് പോയേ പൂജ, മനുഷ്യനെ മെനക്കെടുത്താതാ. ഡി സോറി ഡി, എനിക്ക് വീട്ടിൽ ഇരുന്ന് മടുത്തിട്ടാ. നീ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യടി, വീട്ടിൽ ഇരിക്കാൻ വയ്യാഞ്ഞിട്ടാ. ഇത് തന്നെയല്ലേ നീ മുന്നേ പറഞ്ഞത്. ഞാൻ കഷ്ടപ്പെട്ട് ഓരോന്ന് കണ്ടുപിടിച്ച് വരുമ്പോ നിന്റെ പുന്നാരെ കെട്ടിയോ നിന്നെ വിടത്തില്ല. എടി പ്ലീസ് എടി, നീ ഒരിക്കൽ കൂടെ നോക്ക്, എനിക്ക് വേണ്ടി പ്ലീസ്. പറഞ്ഞ സാധനങ്ങളെല്ലാം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് അവരെ കൊണ്ടുവരും. ഞാൻ പൈസ അവിടെ വെച്ചിട്ടുണ്ട്, നീ എടുത്ത് കൊടുത്താൽ മതി. എനിക്കൊരു 20 രൂപ തരുമോ? എന്തിനാ? പൊട്ട് വാങ്ങാനാ. ഒരാഴ്ച മുന്നേ വാങ്ങിച്ചു, അതിനിടയ്ക്ക് തീർന്നാ. കുട്ടീനൊക്കെ ഇപ്പൊ അരിയേക്കാൾ വിലയാണല്ലോ പൂജ. ഒരു കാര്യം ചെയ്യും, ഞാൻ ഓർഡർ ചെയ്യാം, നീ അതിന് വേണ്ടി പുറത്തു കൊണ്ട. ഇതുള്ള അടിപൊളി അസോസിയേഷന്റെ പ്രോഗ്രാമിന് നീ ഇതിട്ടാ. അതിനെല്ലാരും സാരിയല്ലേ എടുക്കുന്നതെന്ന്. നീ ചുരിദാർ ഇട്ടെന്ന് മാനൊന്നും ഇടിച്ചു വിടാൻ പോണല്ലോ. അതെ, ആ എനിക്ക് വീട്ടിലോട്ടൊന്ന് പോയാൽ കൊള്ളാന്നുണ്ട്. അച്ഛനെ അമ്മയൊക്കെ ഒന്ന് കാണണം. ആ ശരി, നമുക്ക് പോവാം. ആഹാ, ദാ നിക്കണു പയ്യെന്ന് പറഞ്ഞ ആള്. വയ്യെന്നോ? പയ്യെന്ന് മോൻ പറഞ്ഞു. അതുകൊണ്ടല്ലേ അച്ഛൻ ജോലിക്ക് പോലും പോകാതെ രാവിലെ ഇങ്ങ് വെച്ച് പിടിച്ചത്. അച്ഛനമ്മ എത്തിയ കണ്ടോ, പൂജ ഇപ്പൊ ഹാപ്പി ആയല്ലോ. സോറി അച്ഛാ, സോറി അമ്മ, പേടിപ്പിക്കാൻ പറഞ്ഞല്ല. 2 ദിവസമുള്ളിട്ട് ഇവിടെ ഭയങ്കര മൂഡ് ഔട്ട് ആയിരുന്നു. സാരമില്ല, മോൻ അവളെ ഹാപ്പി ആക്കുന്നുണ്ടല്ലോ, അത് മതി. നീ എന്താ മോളെ ഈ പറയുന്നത്? ഒരു വേലക്കാരിയെ ജീവിച്ച് എനിക്ക് മടുത്തമ്മേ. എനിക്കും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ആദ്യം വീട്ടിൽ നിന്നൊന്ന് രക്ഷപ്പെടണം. എന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല, ഞാൻ ഇന്നലെ വീട് വരെ വരണം എന്നൊന്ന് പറഞ്ഞു പോയി. അതിനാൽ രാത്രി വിളിച്ച് നിങ്ങൾ ഈ നാടകമൊക്കെ കാണിച്ചത്. എനിക്ക് വയ്യമ്മേ, മടുത്ത്. എനിക്ക് എങ്ങനെയും രക്ഷപ്പെടണം. എന്ന് വെച്ചാ ഡിവോഴ്സ്, അല്ലാതെ എന്റെ മുമ്പിൽ വേറെ മാർഗമൊന്നുമില്ല. മിണ്ടരുത് നീ. അന്ന് അച്ഛൻ തലേ കൈ വെച്ച് പറഞ്ഞാണ്, അപ്പൊ അവൾക്ക് അവനെ കെട്ടാൻ പറ്റുള്ളൂ. ഡിവേഴ്സ് വേണം പോലും. അമ്മ എന്തായി പറയുന്നേ? എനിക്കെന്ത് പ്രായം? 20 വയസ്സേ ഉള്ളൂ. എനിക്ക് എന്താ വേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. എനിക്കറിയാം ഇതിങ്ങനെയൊക്കെ വരുള്ളൂ എന്ന്. അത് തന്നെയാണ് എന്റെ പ്രശ്നവും. ഞാൻ ചൂസ് ചെയ്ത ലൈഫ് തന്നെയാ എന്ന് കരുതി എനിക്ക് ഇന്ന് രക്ഷപ്പെടാനുള്ള അവകാശം ഇല്ലേ? എടി, നിനക്ക് താഴെ ഒരു അനിയത്തിയും കൂടെ ഉണ്ട്, നീ അത് മനസ്സിലാക്കണം. അച്ഛനാണെങ്കിൽ പഴയതുപോലെയല്ല, ഇപ്പൊ വയ്യ. പിന്നെ ഞങ്ങൾ എങ്ങനെ കഴിഞ്ഞു പോണെന്നേ ഉള്ളൂ. പിന്നെ നീ സന്തോഷമായിട്ട് കഴിയുന്നു എന്നുള്ള ഒരു ആശ്വാസം മാത്രമേ ഞങ്ങൾക്ക് ഉള്ളൂ.
ഒരിക്കൽ നീ എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണ്. പക്ഷെ ഞാൻ ക്ഷമിച്ചു, സഹിച്ചു, പോട്ടെ എന്ന് വെച്ചു. നല്ല പയ്യൻ, ഒരു വീടി വലിയില്ല, വെള്ളമടിയില്ല, ഒന്നുമില്ല. ഇപ്പം നിനക്ക് എന്തിൻ്റെ കുറവാണ്? ആഹാരത്തിന് ആഹാരം തരുന്നില്ലേ? ഉടുക്കാൻ വസ്ത്രം വാങ്ങിച്ച് തരുന്നില്ലേ? പിന്നെ ഇപ്പം എന്താണ് കുഴപ്പമെന്ന് പറ. ഒരു പ്രശ്നവും ഇല്ല. പൂജ, നീ വെറുതെ മണ്ടത്തരൊന്നും കാണിക്കല്ലേ. ഡിവോഴ്സ് എന്ന് പറയുന്നതേ അത്ര സുഖമുള്ള പരിപാടിയൊന്നുമല്ല. നിനക്ക് വേറെ ആരെങ്കിലും ഒറ്റ അടുപ്പം തോന്നുന്നു? അതോ അവൻ അങ്ങനെ വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ തന്നെ ഇതൊക്കെയാണ് ഡൈവേഴ്സിനുള്ള കാരണം. ഇത് തിന്നിട്ട് എല്ലിക്കറി കുത്തുന്നതിന്റെ സൂക്കേടാ. അശ്വതി, എടാ ഞാനൊരു തെറാപ്പിസ്റ്റിനെ കാണാൻ വേണ്ടി ഇരിക്കുവാണേ. ഞാൻ നിന്നെ വിളിക്കാം. പൂജ, എടി ഞാൻ വിളിക്കാവേ. എനിക്കൊരു ഡെസിഷൻ എടുക്കാൻ പറ്റുന്നില്ല മാഡം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. പൂജയുടെ പ്രശ്നം എനിക്ക് മനസ്സിലായി. ഹെൽപ്പ് ചെയ്യാനാണല്ലോ ഞാനിവിടെ ഇരിക്കുന്നത്. പൂജയ്ക്കല്ല പ്രശ്നം. നമ്മൾ വളരുന്നതിനൊപ്പം നമ്മുടെ തെറ്റും ശരിയും മാറണം. അത് മനസ്സിലാക്കാൻ പറ്റാത്തത് പൂജയുടെ ചുറ്റുമുള്ളവർക്കാണ്. എനിക്കറിയില്ല മാഡം, എല്ലാവരും എന്നെയാ കുറ്റപ്പെടുത്തുന്നത്. കുറ്റപ്പെടുത്തും. ഈ സമൂഹത്തിന് കുറ്റപ്പെടുത്താനല്ലേ അറിയൂ. മാത്യുവിൻ്റെ കൂടെ പൂജ ഇറങ്ങിപ്പോയപ്പോഴും ഇവരൊക്കെയല്ലേ കുറ്റപ്പെടുത്തിയത്. അതുപോലെ ഇപ്പൊ മാത്യുവിനെ വേണ്ടാന്ന് പറഞ്ഞപ്പോഴും ഇവരല്ലേ കുറ്റപ്പെടുത്തുന്നത്. നമ്മുടെ ശരി അത് മാത്രം പൂജ നോക്കിയാൽ മതി. ഈ പറയുന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അവരെ വാ മൂടിക്കേട്ടാൻ നമുക്ക് പറ്റില്ലല്ലോ. സാധാരണ ഒരു പെൺകുട്ടി പറയുന്ന പോലെ അല്ല ഞാനിത് പറയുമ്പോൾ എല്ലാവരും എടുക്കുന്നത്. ശരിയാണ്, ഞാനായിട്ട് ചൂസ് ചെയ്ത ലൈഫ് തന്നെയാണ് എന്ന് കരുതി ജീവിതകാലം മുഴുവൻ ഞാൻ ഇതെല്ലാം സഹിച്ചും ക്ഷമിക്കും ജീവിക്കണോ? എനിക്ക് ഇന്നല്ല തോന്നി തുടങ്ങി ഈ ലൈഫിൽ നിന്ന് രക്ഷപ്പെടണമെന്ന്. ഒരുപാട് നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണത്. പക്ഷെ എല്ലാവരുടെ ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി ഇല്ല. നിന്റെ ഇഷ്ടത്തിന് പോയതല്ലേ, അവൻ എന്താ കുറവ്, നിന്നെ നന്നായിട്ട് നോക്കുന്നില്ലേ, വീട്ടു ജോലി ചെയ്ത് നിനക്ക് ഇരുന്നാ പോരെ? എനിക്ക് മടുത്തു, ശരിക്കും മടുത്തു വേണം. ശരിയാ, അവരുടെ ഒന്നും കണ്ണിൽ എനിക്ക് ഒരു കുറവുമില്ല. എനിക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് പോലും വാങ്ങാനുള്ള അനുവാദം എനിക്കില്ല. അതിനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടില്ല. എന്തിന്? രാവിലെ ചായ ഉണ്ടാക്കുന്നു, ചോറുണ്ടാക്കുന്നു, വീട്ടു ജോലി ചെയ്യുന്നു, പാത്രം കഴുകുന്നു, കിടന്നുറങ്ങുന്നു, വീണ്ടും രാവിലെ ഇത് തന്നെ റിപ്പീറ്റ്. എനിക്ക് ശരിക്കും വയ്യ മാഡം. പൂജയെ രക്ഷിക്കാനും പൂജയ്ക്ക് വേണ്ടി സംസാരിക്കാനും പൂജയ്ക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഈ സംസാരിക്കുന്ന എനിക്ക് പോലും പറ്റിയെന്ന് വരില്ല. നമ്മളെ രക്ഷിക്കാൻ നമുക്കേ സാധിക്കുള്ളൂ. അല്ല, പൂജ ഈ ജോലിയുടെ കാര്യം മാത്യുവിനോട് പറഞ്ഞായിരുന്നോ? എന്താ മോളെ പറയുന്നത്? നിനക്ക് ഇത്രേ ഉള്ളോ? ഞാൻ ഇത്രയും വർഷം നമ്മളെ സ്നേഹിച്ചതല്ലേ, എന്തിനൊക്കെ വേണ്ടി നമ്മൾ അടിയുണ്ടാക്കി? പോട്ടെ, 5 കൊല്ലമായിട്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കുകയല്ലേ. മാത്യു, എനിക്കൊന്നേ പറയാനുള്ളൂ. എനിക്കിങ്ങനെ പാരസൈറ്റ് ആയിട്ട് ജീവിച്ച് മടുത്തു. എത്രയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്നേ? എനിക്ക് പുറത്തോട്ട് ഇറങ്ങണം, 10 പേരെടുത്ത് സംസാരിക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ശരിക്കും ഞാൻ ഒരു റോബോട്ടായിട്ടല്ലേ മാത്യുയോട് ജീവിക്കുന്നേ? എനിക്ക് മടുത്ത്. തനിക്ക് വേണ്ടി കൂടെയല്ലേ ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. തനിക്കിവിടെ എന്തെങ്കിലും കുറവുണ്ടോ? ഉണ്ടെങ്കിൽ താൻ പറ. നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നതല്ലേ നമ്മൾ കണ്ട സ്വപ്നം. ഞാൻ മാറിയിട്ടില്ല, പക്ഷെ താൻ ഒരുപാട് മാറി. ശരിയാ, എല്ലാം എന്റെ തെറ്റാ, സമ്മതിച്ചു. ഞാൻ അന്നും മാത്യു പറയുന്നതേ ചെയ്തിട്ടുള്ളൂ, നിങ്ങൾ പറയുന്ന ഡ്രസ്സേ ഇട്ടിട്ടുള്ളൂ, അങ്ങനത്തെ ആഹാരമേ കഴിച്ചിട്ടുള്ളൂ, നിങ്ങൾ പറയുന്നവരടുത്ത് മിണ്ടിയിട്ടുള്ളൂ. എനിക്ക് ഇനിയെങ്കിലും ഞാനായിട്ട് ജീവിക്കണം. മാത്യു ഇല്ലാതെ ജീവിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല ഞാൻ ഈ പറയുന്നേ. ഇനിയെങ്കിലും നമുക്കിടയിൽ ഒരു സ്പേസ് എനിക്ക് ഉണ്ടാക്കിയെടുക്കണം. മാത്യുവിന്റെ പുറകെ നടക്കാതെ ഒരു ചായ എങ്കിലും വാങ്ങിച്ചു കുടിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണം. എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല പൂജ. ഒന്നുകിൽ ഈ ജോലി,
അല്ല എന്നെ ഒറ്റയ്ക്കാക്കി പോകാനാണെങ്കിൽ പിന്നെ തിരിച്ചിങ്ങോട്ട് വരരുത്. ഒരു കാര്യം നീ ഓർത്തോ, നിന്റെ വീട്ടുകാർ പോലും നിന്റെ കൂടെ കാണത്തില്ല, ഒരു പട്ടി നിന്റെ കൂടെ കാണത്തില്ല, ഓർത്തോ. ലൈഫ് ഇപ്പം നിനക്ക് 2 ചോയ്സ് തന്നിട്ടുണ്ട്. ഒന്ന്, നിനക്ക് എല്ലാ ബന്ധുക്കളും കാണും, കാറ് വീട് എല്ലാം കാണും. രണ്ടാമത്തെ ചോയ്സ്, അത് നിനക്ക് നീ മാത്രമേ കാണത്തുള്ളൂ. പല തവണ തോക്കും, കൂടെ ആരും ഉണ്ടാവില്ല. എഴുന്നേക്കണം, ഫൈറ്റ് ചെയ്യണം. പക്ഷെ താൻ ഇവിടെയൊക്കെ തോക്കുമ്പോഴും ഫൈറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്, ഒരു ഹാപ്പിനെസ്. സ്വന്തം കാലിൽ നിൽക്കുന്നതിന്റെ ഒരു എക്സ്ട്രാ നട്ടൽ. കോൾ എടുത്തോളൂ. ഹലോ അശ്വതി, പറ. അശ്വതി, ഞാൻ പൂജയുടെ ഹസ്ബൻഡാണ്. അറിയാലോ. ഒരു കാര്യം ഞാൻ മുഖവരെ ഇല്ലാതെ തന്നെ പറയാം. അശ്വതിക്ക് ആക്ച്വലി എന്താണ് പണി? വേറെ ഒന്നും കൊണ്ടല്ല, ഈ ചുമ്മാ പൂജയെ വിളിച്ച് ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറയുന്നോണ്ട് ചോദിച്ചതാ. അതിന് ഞാനെന്താ ചെയ്തെന്നോ? അതിനിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വേണം അറിയാൻ. അശ്വതിക്ക് എന്താ പൂജയ്ക്ക് ജോലി വാങ്ങിച്ചു കൊടുത്താലേ സമാധാനം കിട്ടുള്ളൂ? അല്ല, അറിയാത്തോണ്ട് ചോദിച്ചാ. ഞങ്ങളുടെ ഈ ഫാമിലി മാറ്ററിൽ ഇടപെടാൻ ഇത്രയും താല്പര്യം. പൂജയ്ക്ക് ഒരു ജോബ് മേടിച്ചു കൊടുക്കുക, അത്രയും ഞാൻ ഉദ്ദേശിച്ചോളൂ. അശ്വതി, ഞാൻ അവസാനമായിട്ട് പറയാണ്, പൂജയുടെ ജോലി കാര്യങ്ങളിൽ തീരുമാനിക്കുന്നത് ഞാനാണ്. ആവശ്യമില്ലാതെ അതിൽ ഇടപെടരുത്, കേട്ടല്ലോ? മാത്യു അല്ലേ? അതെ. ഒരു രജിസ്റ്റർ ഉണ്ട്. ആ അതെ. ഒപ്പിടണേ. ഇത് എവിടുന്നാ? കോർട്ടിൽ നിന്നോ? ഹലോ. ആ പറഞ്ഞോ. എന്താ അതിന്റെ ഉദ്ദേശം? എന്ത്? എനിക്കൊരു രജിസ്റ്റേർഡ് കിട്ടി. ആ കിട്ടിയല്ലോ, അത് ഞാൻ അയച്ചത്. അതെനിക്ക് മനസ്സിലായി. എന്താ സംഭവം എന്ന് പറ. ഞാൻ നന്നായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണത്. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിനക്ക് എൻ്റെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നോ? നീ 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 ഹാപ്പി ആയിരുന്നല്ലേ ഞാൻ വിചാരിച്ചത്. അതാണ് എന്റെ പ്രശ്നം. പ്രേമിച്ച് നടന്നപ്പോഴൊക്കെ ഓക്കെ ആയിരുന്നു, പക്ഷെ കല്യാണം കഴിഞ്ഞ പിന്നെ എനിക്ക് സ്വാതന്ത്ര്യം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. വല്ലാത്തൊരു മടുപ്പായിരുന്നു എല്ലാം. ഞാൻ ആഗ്രഹിച്ച ലൈഫ് ഇങ്ങനെ അല്ല. അതാ ഞാൻ പിന്നെ ഈ തീരുമാനം എടുത്തത്. എടാ, നിനക്ക് എന്താ പറ്റിയേ? നമുക്കത് ഒന്ന് നേരിട്ട് സംസാരിച്ച് തീരാനുള്ള പ്രശ്നമല്ലേ ഉള്ളൂ. ഇനി ഇത് ശരിയാവും തോന്നുന്നില്ല. അതിനുള്ള ടൈമൊക്കെ കഴിഞ്ഞു. എനിക്ക് നിന്നെ ഒന്ന് നേരിട്ട് കാണണം. ഇനി നമ്മൾ കാണുമല്ലോ, കോർട്ടിൽ വെച്ച്. എന്നാ ശരി, ബൈ.